കേരളത്തിന് വേണ്ടി മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് വളരെ ഹീനമായ വിവേചനം പല സംസ്ഥാന ഗവൺമെൻറ്റുകളോടും കാണിക്കുന്നുണ്ട്. ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS എന്നുള്ളത് ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞ് ചിലപ്പോൾ ചെടിപ്പുണ്ടാകുന്നുണ്ടാവാം. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. ഭരണം ഇന്നിപ്പോൾ നടക്കുന്നത് ഡൽഹിയിലും നാഗ്പൂരിലും ചേർന്നിട്ടാണ്. RSS ആസ്ഥാനമായ നാഗ്പൂരിൻ്റെ കൂടെ നിർദ്ദേശം അനുസരിച്ചാണ് RSS പ്രചാരകനായിരുന്ന നരേന്ദ്രമോദി ഗാന്ധി വധക്കേസിലെ പ്രതികളിൽ ഒരാളായിരുന്ന സവർക്കറാണ് എൻ്റെ ഗുരു എന്ന് ലജ്ജയൊന്നും കൂടാതെ പറയാൻ കൂസലില്ലാത്ത നരേന്ദ്രമോദിയും അമിത്ഷായും മോഹൻ ഭഗത്തും കൂടിയുള്ള ഇപ്പോഴത്തെ ഈ ഭരണം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള വലിയ കൈകടത്തലാണ്, കടന്നാക്രമണമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഇന്ത്യയെ നിർവചിക്കുന്നത്. സംസ്ഥാനങ്ങൾ ഇന്ത്യ രൂപവൽക്കരിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ അത് മുഴുവൻ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയമായി അമിത കേന്ദ്രീകരണം ഡൽഹിയിൽ, സാമ്പത്തിക അധികാരങ്ങളും അവകാശങ്ങളും മുഴുവൻ ഡൽഹി കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഏറ്റവും ചുരുക്കി പറയാനുള്ളത്, സംസ്ഥാനങ്ങൾക്ക് ന്യായേന കിട്ടേണ്ട വിഹിതം തരണമെങ്കിൽ ഞങ്ങൾ ഈ പറയുന്നിടത്തെല്ലാം നിങ്ങൾ ഒപ്പിടണം എന്ന് പറയുകയാണ്. ഇത്ര മ്ലേച്ഛമായിട്ടുള്ള ആഭാസകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. രണ്ട് സംസ്ഥാനങ്ങൾക്ക് സ്വന്തം സാമ്പത്തിക ശേഷി അനുസരിച്ച് വായ്പയെടുത്ത് സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള അവകാശമുണ്ട്. അതിന്മേലും കൈയടത്തുകയാണ്. വായ്പാ പരിധി, അർഹമായ വായ്പാ പരിധി പോലും വൈരാഗ്യത്തോടുകൂടി വെട്ടിക്കുറയ്ക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് കേരളം ഈ സമരത്തിന്, കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമരത്തിന് പോകുന്നത്. സാധാരണഗതിയിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതേണ്ടതാണ്. പക്ഷേ കേരളത്തെ ദ്രോഹിക്കുന്ന നരേന്ദ്രമോദിയുടെ വളരെ വൃത്തികെട്ട വിവേചന രാഷ്ട്രീയം രസിക്കുന്നവരായി കേരളത്തിലെ ഭൂരിപക്ഷം MP-മാരും മാറിയിരിക്കുകയാണ്. രാധാകൃഷ്ണൻ ഒഴികെ, ആലത്തൂർ മെമ്പറായ രാധാകൃഷ്ണൻ ഒഴികെ ബാക്കി എല്ലാവരും കേരളത്തെ കൂടുതൽ ദ്രോഹിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുകയാണെങ്കിൽ അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന നിലയാണുള്ളത്. അതിന് ഉദാഹരണമാണല്ലോ പിന്നെ ഈ തീവ്ര ദാരിദ്ര്യ നിർമ്മാർജ്ജനം കേരളം നേടിയെടുത്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇനി ദരിദ്രർക്കുള്ള റേഷനും മറ്റും എല്ലാം വെട്ടിക്കുറയ്ക്കുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ, അത്തരം ആശയങ്ങൾ കൊടുക്കുന്നു. അപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് കേരളവും. കേന്ദ്ര BJP ഗവൺമെൻറ്റിൻ്റെ ആജ്ഞ അനുസരിക്കാൻ വിസമ്മതിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളും. അതുകൊണ്ട് കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ഇപ്പോൾ നടക്കുന്ന ഈ സമരം സമാന അവസ്ഥയിലുള്ള മറ്റു സംസ്ഥാനങ്ങളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തവും വിപുലവുമാക്കുന്ന കാര്യം CPIM-ഉം ഇടതുപക്ഷ പാർട്ടികളും ഇന്ത്യ ബ്ലോക്കിൽ ഇത്തരം കാര്യങ്ങൾ സഹകരിക്കാൻ തയ്യാറാകുന്ന പാർട്ടികളുമൊക്കെ ആലോചിക്കുന്നതായിരിക്കും.